അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് ഒരുപാട് പ്രവാചകന്മാരുണ്ടല്ലോ, ഒരുപാട് നബിമാരുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ. ഇവരുടെയൊക്കെ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുകളിൽ ഒരുപാട് നബിമാരുണ്ട്. ഇവരുടെ ഒക്കെ ചരിത്രം നമ്മൾ അറിയുകയും അതുപോലെ നമ്മുടെ മക്കളെ നമ്മൾ കേൾപ്പിച്ചു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. പ്രവാചകന്മാരുടെയൊക്കെ ജീവിത ചരിത്രങ്ങളൊക്കെ നമ്മൾ അറിയുമ്പോൾ നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ജീവിതത്തിലും അള്ളാഹു നമുക്ക് മാറ്റങ്ങൾ തരും. നല്ല സ്വഭാവവും നല്ല പെരുമാറ്റമൊക്കെ നമുക്ക് തരും. ക്ഷമയുടെ ശീലം നമുക്ക് തരും. ക്ഷമ ഉണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ എവിടെയും പരാജയപ്പെടുകയില്ല. ക്ഷമയുള്ളവനിക്ക് വിജയമുണ്ടാവും. ഈ ഒരു ചരിത്രം നിങ്ങൾ കേട്ടു നോക്കി. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. കേൾക്കാനും പ്രവാചക ചരിത്രം ഇഷ്ടപ്പെടുന്നവരും വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. ഈ ചരിത്രം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ ഉണ്ടാവും. നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. കൻആൻ പ്രദേശം, വിശാലമായ മരുഭൂമി, അങ്ങിങ്ങി മണൽക്കുന്നുകൾ, പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ വിശാലമായ മലഞ്ചെരിവുകൾ, മേഞ്ഞു നടക്കുന്ന ആട്ടിൻ പറ്റങ്ങൾ, ഒട്ടകക്കൂട്ടങ്ങൾ, പരുക്കൻ പ്രകൃതി, അതിനോട് മല്ലിട്ട് ജീവിക്കുന്ന മരുഭൂമിയുടെ മക്കൾ, അങ്ങിങ്ങി ജലസ്രോതസ്സുകൾ, അവയുടെ തണുപ്പിൽ വളരുന്ന ഈത്തപ്പനകളും മുന്തിരിവള്ളികളും. ആ ഒരു പ്രദേശത്താണ് യാക്കൂബ് അലൈഹിസ്സലാം താമസിക്കുന്നത്. അള്ളാഹുവിൻ്റെ പുണ്യപ്രവാചകൻ പ്രസിദ്ധനായ ഇസ്ഹാബ് നബി അലൈഹിസ്സലാമിൻ്റെ പുത്രൻ, ഇസ്ഹാബ് നബി അലൈഹിസ്സലാമിൻ്റെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാം. യാക്കൂബിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പര ബനു ഇസ്രായേൽ, ഇസ്രായേലി സന്തതികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായിരുന്നു. 10 പേരും വളർന്നു വലുതായി സ്വന്തം കാര്യം നോക്കാൻ പ്രാപ്തരായി. ആട്ടിനെ മേയ്ക്കാൻ കൊണ്ടുപോകും. മറ്റു പല ജോലികളും ചെയ്യും. നന്നായി അധ്വാനിക്കും. ആഹാരത്തിൻ്റെ വക നേടും. നന്നായി ആഹാരം കഴിച്ച് സുഖമായി കഴിഞ്ഞുകൂടുന്നു. അവസാനത്തെ 2 കുട്ടികൾ വളരെ ചെറുപ്പമാണ്. യാക്കൂബ് അലൈഹിസ്സലാമിന് മറ്റൊരു ഭാര്യയിൽ ജനിച്ച കുഞ്ഞുങ്ങൾ യൂസുഫ്, ബിന്യാമിൻ. ഈ കുട്ടികളോടാണ് യാക്കൂബ് അലൈഹിസ്സലാമിന് കൂടുതൽ സ്നേഹം. അവരെ മടിയിലിരുത്തും, ഓമനിക്കും, വാത്സല്യത്തോടെ കെട്ടിപ്പിടിക്കും. ഒരേ ഉമ്മയിൽ നിന്നുള്ള ഈ കുഞ്ഞുങ്ങൾക്ക് പരസ്പരം വലിയ ഇഷ്ടമാണ്. യൂസുഫ് എന്തൊരഴകുള്ള കുട്ടി! അത്രയും അഴകുള്ള ഒരു കുട്ടിയെ നാട്ടുകാർ കണ്ടിട്ടേ ഇല്ല. യൂസുഫിൻ്റെ സൗന്ദര്യം നാട്ടിലാകെ വാർത്തയായി തീരുന്നു. മുതിർന്ന സഹോദരന്മാർ ഒന്നിച്ചിരുന്ന് യൂസുഫിൻ്റെ കാര്യം ചർച്ച ചെയ്തു. ഉപ്പയുടെ സ്നേഹം മുഴുവൻ യൂസുഫ് നേടിയെടുത്തു. അവൻ്റെ സൗന്ദര്യം കണ്ട് ഉപ്പ മയങ്ങിപ്പോയി. അവൻ വളർന്നാൽ എല്ലാവരും അവനെ സ്നേഹിക്കും, നാം അവഗണിക്കപ്പെടും. ഉപ്പയുടെ സ്നേഹം നമുക്ക് ലഭിക്കണം. യൂസുഫിൻ്റെ നേരെ ഒഴുകുന്ന കാരുണ്യത്തിൻ്റെ നീരുറവ നമുക്ക് നേരെ തിരിച്ചുവിടണം. അതിനെന്തു വഴി? ഒരു വഴി കാണാതെ നിരാശപ്പെട്ടു. സഹോദരങ്ങൾ പിരിഞ്ഞുപോയി. ഇത് പലതവണ ആവർത്തിച്ചു. അങ്ങനെ കഴിഞ്ഞു പോകെ യൂസുഫിന് 7 വയസ്സായി. വീട്ടിലാകെ ഓടിച്ചാടി നടക്കും. ഇക്കാക്കമാരോടൊപ്പം വലിയ സ്നേഹമാണ്. അവർ സ്നേഹം അഭിനയിക്കും. യൂസുഫ് ഇടയ്ക്കിടെ സ്വപ്നങ്ങൾ കാണും. കാണുന്ന സ്വപ്നങ്ങൾ അതുപോലെ ഉപ്പയോട് പറയും. കുട്ടി പറയുന്നതൊക്കെ ഉപ്പ ശ്രദ്ധിച്ചു കേൾക്കും. ഇത് സാധാരണ കുട്ടിയല്ല. സാധാരണ കുട്ടികൾ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണാറില്ല. ഇവൻ ഭാവിയിൽ വലിയ മഹാനായി തീരും. കുട്ടിയുടെ സംസാരം, പെരുമാറ്റം, ജീവിതക്രമം എല്ലാം എത്ര ആകർഷകം! യാക്കൂബ് അലൈഹിസ്സലാം സ്നേഹനിധിയായ പിതാവാണ്. എല്ലാ പുത്രന്മാരെയും മനസ്സ് നിറയെ സ്നേഹിക്കുന്നുണ്ട്. യൂസുഫിനോട് പ്രത്യേക വാത്സല്യം വന്നുപോയി. ഇളയ കുട്ടികളെ ആരും അറിയാതെ സ്നേഹിച്ചു പോകും. ഭംഗി കൂടുതലുള്ളവരെയും സ്നേഹിച്ചു പോകും. സഹോദരന്മാർക്കത് സഹിക്കാനായില്ല. അവരുടെ മനസ്സിൽ അസൂയ വളർന്നു. അവരുടെ നോട്ടത്തിലും ഭാവത്തിലും സംസാരത്തിലും അത് പ്രകടമായി. അങ്ങനെ ഇരിക്കെ യൂസുഫ് നബിയെ സഹോദരന്മാർ ചെയ്ത കഥ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. വീഡിയോ എല്ലാവരും കാണുക.